അഭിവന്ദ്യനായ താമരശ്ശേരി ബിഷപ്പിനെ സന്ദർശിച്ച് ക്രിസ്മസ് ആശംസകൾ നേരുന്നതിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ക്രിസ്മസിനോടനുബന്ധിച്ചും ഇവിടെ വരാനും പിതാവിൻ്റെ അനുഗ്രഹം തേടാനും സാധിച്ചിരുന്നു. ഞങ്ങൾക്ക് ലോകം മുഴുവൻ അത്യാവേശപൂർവ്വം യേശുദേവൻ്റെ തിരുപ്പിറവി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ സകല മാനവരാശിക്കും സ്നേഹവും കരുണയും ത്യാഗത്തിൻ്റെയും ആർദ്രതയുടെയും ജീവകാരുണ്യത്തിൻ്റെയും എല്ലാം പ്രതീകമായിട്ടുള്ള യേശുദേവൻ്റെ തിരുപ്പിറവി എല്ലാ മനുഷ്യർക്കും പരസ്പര സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പരസ്പരം മനസ്സിലാക്കിയും മുന്നോട്ട് പോകാനുള്ള പ്രേരണ നൽകുന്ന ഒരു സുദിനമാണ്. ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ ഇത്തവണ സ്നേഹയാത്ര 20-ാം തീയതി മുതൽ 30-ാം തീയതി വരെ 10 ദിവസം എല്ലാ വീടുകളും സന്ദർശിച്ച് എല്ലാ ആരാധനാലയങ്ങളും സന്ദർശിച്ച് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ ക്രിസ്മസ് ആശംസ നേരുന്ന വിപുലമായിട്ടുള്ള പരിപാടി ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇന്ന് ദില്ലിയിൽ വൈകുന്നേരം 6 മണിക്ക് പ്രധാനമന്ത്രി ഈ രീതിയിലുള്ള വലിയൊരു ചടങ്ങിന് അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. എല്ലാ മലയാളികൾക്കും ഞാൻ ഈ സന്ദർഭത്തിൽ ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും ക്രിസ്മസ് ആശംസകൾ നേരുകയാണ്. കഴിഞ്ഞ ദിവസം പാലക്കാട് ക്രിസ്മസ് ആഘോഷത്തിനിടെ സ്കൂളിൽ ചെന്ന് ചില സംഘപരിവാറിനുള്ളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയോ സംഘപരിവാറിൻ്റെയോ ഔദ്യോഗികമായിട്ടുള്ള ആരും തന്നെ ഈ ഒരു സംഭവത്തിന് കാരണമായിട്ടില്ല. ഞാനിതിനെ വളരെ ശക്തമായിട്ട് അപലപിക്കുകയാണ്. ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. ശക്തമായിട്ടുള്ള നടപടി ഇക്കാര്യത്തിൽ വേണം. ഞാനൊരു ഗൂഢാലോചന ഇതിൽ സംശയിക്കുന്നുണ്ട്. ക്രൈസ്തവ സമൂഹവുമായിട്ട് കഴിഞ്ഞ കുറച്ചു കാലമായി BJP വളരെ സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കൂടിയുള്ള ഒരു ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിഷ്ടമില്ലാത്ത ചില ആളുകൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയം ഞങ്ങൾക്ക് കാര്യമായിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് BJP വിട്ട് പോയിട്ടുള്ള ചില ആളുകളുടെ പങ്കാളിത്തം ഇതിലുണ്ടായിട്ടുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. അതുകൊണ്ട് നിഷ്പക്ഷവും നീതിപൂർവവുമായിട്ടുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ വേണം. കുറ്റക്കാർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി വേണം. ഭാരതീയ ജനതാ പാർട്ടി ഞങ്ങളുടെ അനുഭവത്തിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാനന്തവാടിയിൽ അഭിവന്ദ്യ പിതാക്കന്മാരെ ലോഹയിട്ട ഭീകരന്മാരെന്നൊരു ജില്ലാ BJP പ്രസിഡന്റ് വിശേഷിപ്പിച്ചു. മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയായിരുന്നു. മാനന്തവാടിയിൽ ഒരു സമരത്തിനിടെ ഉണ്ടായ ചെറിയൊരു സംഘർഷാവസ്ഥയിൽ ആ സംഘർഷത്തിന് പിന്നിൽ ലോഹയിട്ട ഭീകരന്മാരാണ്. പക്ഷെ അവിടെ പങ്കെടുത്തതെല്ലാം അഭിവന്ദ്യരായിട്ടുള്ള സമുദായ നേതാക്കളായിരുന്നു. ആ നിമിഷം ഞാൻ അദ്ദേഹത്തെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നീക്കം ചെയ്തു. പക്ഷേ 3 മാസം കഴിഞ്ഞപ്പോൾ 3 മാസം കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് അദ്ദേഹത്തെ മാലയിട്ട് സ്വീകരിച്ചു. ഞങ്ങൾ ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് 100% സത്യസന്ധമാണ്, ആത്മാർത്ഥമാണ്. ഒരു തരത്തിലും അതിൽ വെള്ളം ചേർക്കാൻ ആരെയും ഞങ്ങൾ അനുവദിക്കില്ല. അതുകൊണ്ട് കർശനമായ നടപടിയാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. പോലീസ് നിഷ്പക്ഷമായി നീതിപൂർവമായിട്ട് അന്വേഷിക്കണം. ഇതിനകത്തുണ്ടായിട്ടുള്ള ഗൂഢാലോചന എന്താണ്? കാരണം ഈ ഒരു സന്ദർഭത്തിൽ സ്നേഹയാത്ര ഞങ്ങൾ തുടക്കമിട്ട സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിന് പിന്നിൽ ശരിയായ ഗൂഢാലോചന നടന്നിരിക്കുന്നു. അത് കൃത്യമായി അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ നിലപാട് പറഞ്ഞു. ഇനി ഇതിൽ കൂടുതൽ ഇവിടെ വെച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇല്ല. ഇതൊക്കെ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഒരു BJP പ്രവർത്തകനും അതിലുണ്ടാവില്ല. BJPയുമായി പുലബന്ധമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും അവർ ഒരു നിമിഷം പോലും പാർട്ടിയിലുണ്ടാവില്ല. അതുകൊണ്ട് ഇതൊക്കെ വെറും വ്യാജ പ്രചരണങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, വയനാട് ജില്ലാ BJP പ്രസിഡന്റിനെ ലോഹയിട്ട ഭീകരർ എന്നുള്ള ഒരു മോശം പരാമർശം നടത്തിയപ്പോൾ ആ നിമിഷം അദ്ദേഹത്തെ പിൻവലിച്ച് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ആളാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങൾ സത്യസന്ധമായ കാര്യങ്ങൾ വിലയിരുത്തും.